എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോയാണിത്. നിങ്ങൾ വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഒരുപാട് കൂട്ടുകാർ ലോട്ടസിൻ്റെ ട്യൂബർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ട്യൂബർ ഇല്ല. ഇതൊക്കെ ഉള്ളതൊക്കെ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് സെയിലിനിടാൻ സാധിക്കുകയുള്ളൂ. മിക്കതിലും ഫ്ലവറൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ഇപ്പം റിപ്പോർട്ട് ചെയ്യാനും സാധിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോട്ടസിൻ്റെ ട്യൂബറുകളൊക്കെ സെയിൽ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അത് കറക്റ്റ് ഐഡിയും ഫ്രഷായിട്ടുള്ള ട്യൂബറുമാണെങ്കിൽ നമ്മൾ സെയിൽ ചെയ്ത് തരുന്നതായിരിക്കും. താല്പര്യമുള്ളവർ ഒന്ന് മെസ്സേജ് ഇടുക. പിന്നെ നമുക്കിപ്പോൾ ഫ്ലവറിങ് വാട്ടർ ലില്ലികൾ ഒക്കെ കൊടുക്കാനുണ്ട്, 3-4 വെറൈറ്റി. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് അത് അയച്ചു കൊടുക്കുന്നതായിരിക്കും. പിന്നെ വാട്ടർ പ്ലാന്റ്സ് കോംബോ, ഇതൊക്കെയാണ് നമുക്കിപ്പോൾ നിലവിൽ സെയിലിനായിട്ടുള്ള പ്ലാന്റുകൾ. ഈ ലോട്ടസ് ടബെല്ലാം നിറച്ചും അസോളയൊക്കെ കയറി കിടക്കുകയാണ്. ഇപ്പോൾ കുറേ ദിവസമൊന്നും ശ്രദ്ധിക്കാത്തത് കാരണം അതെല്ലാം ആകെ നാശമായിട്ട് കിടക്കുകയാണ്. ഇനി ഇതെല്ലാം വൃത്തിയാക്കണം. അതുപോലെ തന്നെ ചില ടബുകളിലുള്ള ലോട്ടസിൻ്റെ ലീഫുകളൊക്കെ കരിയാനും തുടങ്ങിയിട്ടുണ്ട്. അതെല്ലാം കട്ട് ചെയ്തതിന് ശേഷം അസോള എല്ലാം മാറ്റി, കുറേ അധികം അസോളകളെല്ലാം മാറ്റിയിട്ട് ടബൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്ത് നല്ല രീതിയിൽ നിർത്തണം. നമുക്ക് അസോള ഒരുപാടായാലും പ്ലാന്റിന് എയർ സർക്കുലേഷൻ കിട്ടത്തില്ല. അപ്പോൾ കുറച്ചൊക്കെ റിമൂവ് ചെയ്തിട്ട് നല്ല രീതിയിലാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല അതുപോലെ പ്ലാന്റുകൾ വളരുകയും ചെയ്യും. അസോള ഉണ്ടെങ്കിൽ കൊതുകിൻ്റെ ശല്യം വലുതായിട്ട് വരുത്തതുമില്ല. അപ്പം ഞാൻ ഇതിനകത്തൊന്നും ഗപ്പിയെ ഇട്ടിട്ടില്ല. അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള സംശയങ്ങൾ എനിക്ക് നല്ല രീതിയിൽ അറിയത്തില്ല. ഗപ്പിയെ ലോട്ടസ് ടബിലൊക്കെ ഇട്ടാലുള്ള അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അത്ര നല്ല രീതിയിൽ അറിയത്തില്ല. നമ്മൾ അസോളയാണ് കൂടുതലും ഇടുന്നത്. അസോള നിറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് കൊതുകിൻ്റെ ശല്യം അങ്ങനെ അത്രയ്ക്ക് അറിയാറുമില്ല. അപ്പം വേറെ ഒരുപാട് പ്ലാന്റുകളൊക്കെ നമുക്ക് സെയിലിനായിട്ടുണ്ട്. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഒന്ന് കണ്ടതിന് ശേഷം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ പിക്ക് ഇട്ട് തരണമെങ്കിൽ അങ്ങനെയും തരുന്നതായിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും